പഠിക്കും. പഠിക്കാനൊന്നും വിടില്ല. മതി വെള്ളങ്ങാറ്റിത്തെമ്പൽ വെള്ളങ്ങാറ്റിത്തെമ്പൽ വെള്ളങ്ങാറ്റിത്തെമ്പിളാസ്ഥല വെള്ളങ്ങാറ്റിത്തെമ്പൽ വെള്ളങ്ങാറ്റിത്തെമ്പൽ വെള്ളങ്ങാറ്റിത്തെമ്പിളാസ്ഥല. ഈ 2.5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കുട്ടികളുടെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും പിതാവെന്ന് അവകാശപ്പെടുന്ന ബാബു അന്വേഷിച്ചു വന്നിട്ടില്ല. ഫിഷെടുത്തോണ്ട് വന്നു ഞാൻ. അപ്പം ഇന്ന് കുറച്ച് കാശേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതിനകത്ത് കുറച്ചേ കാശുള്ളൂ, ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. എന്നാലേ എനിക്ക് കഞ്ഞിയും ചോറും എല്ലാം തരുള്ളൂ എന്ന് പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ബാബു സർക്കസ് സംഘത്തിലെ രാമുവിന്റെ ഭാര്യയായ കമലയെ തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബുവിന്റെ 4ാമത്തെ ഭാര്യയാണ് കമല. ധാർമ്മികമായി ഇത്രയും അധപ്പതിച്ച ഈ പിതാവിനോടൊപ്പമാണ് പെൺകുട്ടികളെ വിട്ടുകൊടുക്കാൻ എറണാകുളം CJM കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ 3 വർഷം കുട്ടികളെ സംരക്ഷിച്ച ജനസേവാ ശിശുഭവന്റെ പരാതി കേൾക്കുന്നതിനുള്ള കരുണ പോലും കാട്ടാതെ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ വഴിയരികിൽ ടെന്റ് കെട്ടി ജീവിക്കുന്ന ബാബുവിനോടൊപ്പം കുട്ടികളെ വിട്ടുകൊടുക്കാൻ CJM കോടതി ഉത്തരവിട്ടത് കുട്ടികളുടെ സുരക്ഷിത ഭാവി ഉറപ്പുവരുത്താതെയാണ്. കുട്ടികളെ പിതാവായ ബാബുവിന് വിട്ടുകൊടുക്കണമെന്ന് CJM കോടതിയുടെ ഉത്തരവിനെതിരെ ശിശുഭവൻ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. ക്രൈം RP നമ്പർ 4423/2006 പ്രകാരം 11/12/2006 അഡ്വക്കേറ്റ് സ്വാതികുമാർ, അഡ്വക്കേറ്റ് അനിത എന്നിവർ മുഖേന കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ശരിവച്ചുകൊണ്ടുള്ളതായിരുന്നു തുടർന്നുള്ള ഹൈക്കോടതി വിധി. കുട്ടികളെ അനാഥാലയത്തിലാക്കാൻ ദാരിദ്ര്യം മാത്രം മാനദണ്ഡമാക്കരുത്, കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം കുടുംബ അന്തരീക്ഷത്തിൽ കഴിയണം എന്ന കാരണത്താൽ കുട്ടികളെ വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ഈ കോടതി ഇന്നത്തെ ഓർഡർ ഞങ്ങൾക്ക് വളരെ സങ്കടകരമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വരികയായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ കുട്ടികളുടെ പണി കഴിയും. തീർച്ചയായിട്ടും അവർ എവിടെയെങ്കിലും കൊണ്ടുപോയി സർക്കസ് കാണിക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി ചെയ്യും. അഡ്രസ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കോടതി ഇങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യുക, വളരെ കഷ്ടം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യണത് ഇനി ഇവരെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുക. ഇതിനുവേണ്ടി ഈ കേസ് അങ്ങനെ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി വിധി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകണം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം വളരെ ദുഷ്ടനായ കഞ്ചാവിനും മദ്യത്തിനും അടിമയായ ഒരാൾക്കാണ് ഈ നല്ല മക്കളെ വീണ്ടും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നത്. വളരെ കഷ്ടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ ഓർഫനേജുകളുടെ യാതൊരു ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എനിക്ക് അച്ഛനോട് പോകണ്ട, എനിക്ക് ജനസേവയിൽ നിന്ന് പഠിച്ചാൽ മതി. ഞങ്ങൾക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ സർക്കസ് കളിച്ച് നടന്ന സുഭാഷിനെയും കസ്തൂരിനെയും സെൽവിനെയും ആ ബാബു എന്ന് പറഞ്ഞ ആളുടെ കൂടെ വിട്ടേക്കരുത്. അവരുടെ കൂടെ വിട്ടാൽ അവർ പിന്നെയും സർക്കസിലാവും. കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. ഹോട്ടലിലും മറ്റും ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള പിഞ്ചുകുട്ടികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. ഒരു വൻ റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവരിൽ നിന്നും കുട്ടികൾ ക്രൂരമായ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ബാലവേലയ്ക്ക് വിറ്റ കുട്ടിയെയും സഹോദരങ്ങളെയും നാട്ടുകാർ പിടികൂടി. ആലുവ ജനസേവാ ശിശുഭവനിൽ ഇവരെത്തിച്ചു. നെടുമ്പാശ്ശേരി ആനപ്പാറയ്ക്ക് സമീപത്തെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന 5 വയസ്സുകാരിയായ വല്ലിയുടെ ശമ്പളം വാങ്ങാൻ മാതാപിതാക്കളായ ശാന്തിയും രാജേന്ദ്രനും ഇന്നലെയാണ് എത്തിയത്. ഒപ്പം വല്ലിയുടെ 5 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. 5 മാസം മുമ്പ് തമിഴ്നാട്ടുകാരിയായ മുനിയമ്മ വഴിയാണ് വല്ലിയെ മാതാപിതാക്കൾ വിറ്റത്. ജനസേവാ ശിശുഭവനിലെത്തിയ കുട്ടികളുമായി പ്രശസ്ത സാഹിത്യകാരി കമല സുരയ്യ സ്നേഹസംഭാഷണം നടത്തി. പ്രശസ്ത പത്രപ്രവർത്തക ലീല മേനോനും ഒപ്പമുണ്ടായിരുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ രക്ഷിക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണമെന്ന് കമല സുരയ്യ ആവശ്യപ്പെട്ടു. കേരളീയരെന്ന് മാത്രമായിട്ട് ചിന്തിക്കരുത്, ഇത് നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് ഇവര് ഇവരെ എടുത്ത് മടക്കി അയക്കല് ആ പ്രവണത നിർത്തണം. ഇവരെ സഹായിക്കാൻ ആരുമില്ല, നമ്മളൊക്കെ തന്നെയുള്ളൂ. ഇവരുടെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ അത്ര പീഡനം അനുഭവിച്ചിട്ടാണ് ആ പിള്ളേര്. ഇത് പട്ടികളും നായ്ക്കളൊന്നും അല്ല റോട്ടിൽ നടക്കുന്നത്, പാവം കുട്ടികളാണ്. നമ്മുടെ മക്കളായിട്ട് നമ്മൾ അവരെ സ്വീകരിക്കുക, ജോസ് മാവേലിയെ സഹായിക്കുക. എനിക്കത്ര പറയാറില്ല.